കറി വെക്കാൻ നമുക്ക് എങ്ങനെയൊക്കെയാണെങ്കിലും, അതായത് മീൻ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് ആ കറി അത് ടേസ്റ്റ് എന്ന് പറയുന്നത് മത്തി തന്നെയാണ്. മത്തി കറി വെച്ചതിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് അത് നമ്മളിപ്പോൾ ഈ മാങ്ങ കൂടി ഇട്ടിട്ടാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ ഇട്ട് മത്തിക്കറിയാണ്. നമ്മൾ പുളിക്ക് കാര്യമായിട്ട് മാങ്ങയാണ്, പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്. പിന്നെ വറക്കാൻ പറ്റിയൊരു മീനാണ് കടുക, വട്ടക്കടുക. ഇപ്പോൾ 3-4 ദിവസം മുമ്പ് ഞങ്ങൾ ഉണ്ടക്കടുകയെന്ന് വാങ്ങിയിരുന്നു. ഇതിപ്പോൾ ഇന്ന് വട്ടക്കടുകയാണ്. വട്ടക്കടുകയാണ് നമ്മൾ വറക്കാനും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ പൂച്ചത ഞാൻ രാവിലെ മീൻ വാങ്ങാൻ പോയ നേരത്തെ ഇവിടെ നിന്നാണ് പഠിക്കൽ. ഇനിയിപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നെ ആനയിച്ച് കൊണ്ടുവരാണ്. മീൻ വാങ്ങാൻ പോയതൊക്കെ കറക്റ്റ് അറിയാം. പോയി ഈ വരുന്ന നേരം അതാണ്. നേരെ അകത്തേക്ക് എത്തി. അപ്പോൾ ഇന്ന് നമുക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മത്തി കറിയാണ്. അപ്പോൾ അത് നമുക്ക് കറി ഉണ്ടാക്കണം. ഒരു 1/2 കിലോ ഇല്ല, 1/2 കിലോൻ്റെ അടുത്തുള്ളൂ മത്തി. 1/2 കിലോ വാങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി അത് കറി വയ്ക്കാം ആദ്യം. അപ്പോൾ ഏതായാലും മത്തി ആദ്യം നന്നാക്കാം. അധികമില്ല, കുറച്ചേ ഉള്ളൂ, ഇത് കറിക്ക് മാത്രം. പിന്നെ വറക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വട്ടക്കടുക വറക്കാൻ പറ്റിയതാണ് കടുക. മത്തി, പിന്നെ ഒരൊറ്റ കടുക. ഇതൊന്ന് മുറിക്കാണ്ട് ഇനി വറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ നമ്മളിതാ മാങ്ങ ഇട്ടിട്ടാണ് വെക്കുന്നത്. ഒരു മാങ്ങ എടുക്കുള്ളൂ. ഇനി കറി വയ്ക്കുന്നതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാം. സാധാരണ മൺചട്ടിയിൽ വറുക്കുന്നതിലേക്ക് ഫിഷ് ഫ്രൈ മസാല ആണ് ചേർക്കുകയാണ്. പിന്നെ ഉപ്പും ഒരു ഇങ്ങനെ പകുതിയായിട്ട് മുറിച്ചു ഒരു മീൻ. ഇനി നമുക്ക് മാങ്ങ, ഇത് നാടൻ മാങ്ങയാണ്, അത് കറി വയ്ക്കുന്നതിലേക്ക് അത് ചെറുതാക്കി നുറുക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ പുളി ചേർക്കാതെയാണ് ഈ ഒരു മാങ്ങ, പിന്നെ തക്കാളിയും ചേർക്കുന്നുണ്ട്. അത് മതി, അപ്പോൾ തന്നെ നല്ല പുളി ഉണ്ടാവും. നല്ല രസമാണ് മത്തി ഇതുപോലെ മാങ്ങട്ട് കറി വെച്ചാൽ. ആ കറീൻ്റെ ആ ഒരു ഗ്രേവി അത് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ അതൊക്കെ അതിൽ ചേർക്കാം. പിന്നെ നമ്മൾ ഒരു തക്കാളി എടുക്കുന്നുണ്ട്. ഈ രണ്ടും, അതായത് മാങ്ങയും തക്കാളിയും തന്നെ മതി പുളിക്ക്. ഈ വറക്കുന്നതിൽ പൊടി, അത് ഫിഷ് ഫ്രൈ മസാല പൊടിയൊക്കെ ചേർത്ത് നന്നാക്കുന്നുണ്ട്. തിരുമ്പി വയ്ക്കാം, അതിവിടെ നിൽക്കട്ടെ. കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പച്ചമുളക് അതും കറി വയ്ക്കുന്നതിലേക്ക്. ഇനിയിപ്പോൾ അതിലേക്ക് അരയ്ക്കാനുള്ളതാണ്. ലേശം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ചത് അത് അതിൽ ചേർക്കാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു കറി മത്തി. ഒക്കെ നല്ലപോലെ തന്നെ വെന്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ മീൻ കറി അതിവിടെ റെഡി. ഇനിയിപ്പോൾ നമുക്ക് പപ്പടം കാച്ചി കഴിഞ്ഞിട്ട് വേണം പിന്നെ മീൻ വറക്കാൻ. ഇനിയിപ്പോൾ അതും കൂടിയുള്ളൂ. ഇന്നിപ്പോൾ വേറെ വെജിറ്റബിൾ വിഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ 2 കഷ്ണം മീൻ അതുകൂടിയാണ് വറക്കാം.
ഈ ഫിഷ് ഫ്രൈ മസാലയിൽ പിന്നെ എല്ലാ പൊടികളും ചേർന്ന് തന്നെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിൽ വറക്കുമ്പോൾ. അപ്പോൾ നമ്മൾ മീൻ വറുക്കൽ കഴിഞ്ഞു, മീൻ കറി ഇവിടെ ആദ്യം തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഊണ് കഴിക്കലേ ഉള്ളൂ. ഇപ്പോൾ ഏതായാലും 12 മണി ആവട്ടെ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ നമ്മളെ കറി, മത്തി മാങ്ങട്ടത്, പിന്നെ ഒരു വട്ടക്കടുക ഒരു കഷ്ണം വറുത്തത്, പിന്നെ നമ്മളെ പതിവ് പപ്പടം കാച്ചിയത്. അമ്മയ്ക്ക് പിന്നെ വാൽ കഷ്ണമാണ്. മത്തി ഇങ്ങനെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ ഒരു കറിക്ക് പ്രത്യേക രുചിയാണ്. വറുക്കാനും പറ്റിയ നല്ല മീനാണ് വട്ടക്കടുക. നല്ല പുളിയുണ്ട് മാങ്ങ കറിക്ക്, നല്ല പുളിയുണ്ട്. ഞാൻ വറുത്തത് നോക്കട്ടെ. നല്ല വറക്കാൻ പറ്റിയ മീനാണ്. ഇന്നിപ്പോൾ ഊണ് കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഇരുന്ന ശേഷത പച്ചമുന്തിരി അത് ഉണ്ട് കഴിക്കാൻ. നല്ല ഇപ്പം ഇനി നല്ല പോലെ വരുന്നുണ്ട് ഇങ്ങനെ ഫ്രൂട്ട്സ്. അത് നല്ല ചൂടുകാലമല്ലേ, അപ്പോൾ ആ സമയത്ത് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണിത്. അമ്മയ്ക്കത് ഈ പച്ചമുന്തിരി, നമ്മൾ സാധാരണ ആ ഒരു കറുത്ത കുരുള്ള മുന്തിരി നമ്മൾ ജ്യൂസൊക്കെ അടിക്കുന്നത് അത് അത്ര വലിയ താല്പര്യമില്ല. ഈ പച്ചമുന്തിരിയാണ് കൂടുതലിഷ്ടം. അപ്പോൾ അധികം വലിയൊരു വിലയൊന്നുമില്ല അപ്പോൾ ഈ മുന്തിരിക്കൊക്കെ. ഊണ് കഴിഞ്ഞ് സമയം 12:30. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒന്ന് പോയി കിടക്കലായി അമ്മയ്ക്ക്. ഇത് കഴിഞ്ഞാൽ ഇനി ഉച്ചമയക്കത്തിനായി. ഇനിയിപ്പോൾ അതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം.